വാട്സപ്പിൽ ഒളിഞ്ഞിരിക്കുന്ന ചില നുറുങ്ങു വിദ്യകൾ അല്ലെങ്കിൽ വാട്സപ്പിന്റെ ചില പൊടിക്കൈകൾ ആണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. ഇന്ന് വാട്സപ്പ് ഉപയോഗിക്കാത്തവർ വളരെ ചുരുക്കമാണ്. അപ്പോൾ വാട്സപ്പിൽ നമുക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ടാവും. വാട്സപ്പിൽ ഒരുപാട് ഗ്രൂപ്പിൽ നമ്മൾ ഒരുപക്ഷെ അംഗങ്ങളായിരിക്കാം. അപ്പോൾ വാട്സപ്പിലെ ഗ്രൂപ്പ് എന്താണെന്ന് നമുക്കറിയാം. ഒന്നിലധികം പേരടങ്ങുന്ന വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നമ്മളൊരു മെസ്സേജ് ഇട്ടാൽ ആ ഗ്രൂപ്പിൽ ഉള്ള എല്ലാവർക്കും ആ മെസ്സേജ് കാണാൻ സാധിക്കുകയും ആ ഗ്രൂപ്പിലുള്ള ആരെങ്കിലും അതിനൊരു റിപ്ലൈ തിരിച്ചു നൽകിയാൽ ആ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും ഇത് കാണാൻ സാധിക്കും. അതാണ് വാട്സപ്പിലെ ഗ്രൂപ്പ് എന്ന സംവിധാനം. എന്നാൽ വാട്സപ്പിലെ ഈ ഗ്രൂപ്പ് എന്ന സംവിധാനം പോലെ തന്നെ മറ്റൊരു സംവിധാനമാണ് ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ്. അതെന്താണെന്നാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. നമ്മൾ ഒരു ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് തയ്യാറാക്കി ഒന്നിലധികം പേരെ അതിനകത്ത് ഉൾപ്പെടുത്തി അവർക്ക് നമ്മളൊരു മെസ്സേജ് അയച്ചാൽ ആ മെസ്സേജ് ഓരോരുത്തർക്കും ഇൻഡിവിജ്വലായിട്ടാണ് അവരുടെ ഫോണുകളിൽ ലഭിക്കുക. അപ്പോൾ ഈ ലഭിക്കുന്നവർക്ക് അറിയാൻ പറ്റില്ല മറ്റാർക്കൊക്കെ നമ്മൾ അതോടൊപ്പം ആ മെസ്സേജ് അയച്ചു എന്നുള്ളത് അറിയാൻ പറ്റില്ല. ഇനി അതുപോലെ ഈ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് വഴി നമ്മൾ അയക്കുന്ന മെസ്സേജിന് ആരെങ്കിലും നമുക്ക് റിപ്ലൈ അയച്ചാൽ അത് നമുക്ക് മാത്രമായിട്ടായിരിക്കും ആ റിപ്ലൈ കിട്ടുന്നത്. ആ റിപ്ലൈയും ഈ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ ഉള്ള മറ്റുള്ളവർ കാണുകയുമില്ല, നമുക്ക് മാത്രമായി ലഭിക്കും. അതാണ് ഇതിന്റെ ഗുണം. ഇനി ഈ പറഞ്ഞ എന്താണെന്ന് കുറച്ചുകൂടെ വ്യക്തമാക്കണമെങ്കിൽ ഞാൻ പറയാം. ഇപ്പം നമുക്ക് ആർക്കെങ്കിലും ഒരു ഗ്രീറ്റിംഗ്സ്, ഇപ്പോൾ അതിന് ഓണം വിഷസോ അല്ലെങ്കിൽ ഈദ് മുബാറക്ക് എന്തെങ്കിലും വിഷസോ ഒക്കെ നമുക്ക് അയക്കണമെങ്കിൽ, ഒന്നിലധികം പേർക്ക് അയക്കണമെങ്കിൽ, നമ്മുടെ റിലേറ്റീവ്സിന് അയക്കണമെങ്കിൽ ഇപ്പോൾ റിലേറ്റീവ്സിനെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് വേണമെങ്കിൽ ഒരു ഗ്രൂപ്പ് തയ്യാറാക്കി അതിലേക്ക് പോസ്റ്റ് ചെയ്യാം. പക്ഷേ ആ ഗ്രൂപ്പിലുള്ള എല്ലാവരും അത് കാണുകയും അതിന് അവർ അയക്കുന്ന റിപ്ലൈ ആ ഗ്രൂപ്പിലുള്ള എല്ലാവരും കാണുകയും ഒക്കെ ചെയ്യും. പക്ഷെ നമുക്ക് കുറച്ചും കൂടെ ഓരോ വ്യക്തികൾക്കും പ്രത്യേകമായിട്ട് മെസ്സേജ് അവരിൽ എത്തിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് തയ്യാറാക്കാം. ഒരേ മെസ്സേജ് ഒന്നിലധികം വ്യക്തികൾക്ക് ഇൻഡിവിജ്വലായിട്ട് എത്തിക്കണമെങ്കിൽ നമുക്ക് ഈ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് ഉപയോഗിക്കാം. എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് നമുക്ക് നോക്കാം. വാട്സപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഉള്ള പ്രധാനപ്പെട്ട മെയിൻ പേജിലെ ഫസ്റ്റ് പേജിലെ ഈ ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്ത് ന്യൂ ബ്രോഡ്കാസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഒരു പ്ലസ് സിമ്പൽ കാണാം. ആ പ്ലസ് സിമ്പൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ വാട്സപ്പ് കോൺടാക്റ്റിലെ ആരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം ഈ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് തയ്യാറാക്കേണ്ടത് എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പം നമുക്ക് മിനിമം 2 പേരെ എങ്കിലും മിനിമം ഒരു ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കണം. ഇപ്പം ഞാനൊരു 3 പേരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് തയ്യാറാക്കുന്നു. അപ്പോൾ ആരെയൊക്കെ ഉൾപ്പെടുത്തുന്ന വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. 3 പേരെ ഞാൻ സെലക്ട് ചെയ്തു. അതിനുശേഷം ഡൺ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഒരു ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് വന്നു. അതിനുശേഷം ഇവിടെ ക്രിയേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് ലഭിച്ചു. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും മുകളിൽ നോക്കുമ്പോൾ കാണാം, ഏറ്റവും മുകളിലായിട്ടുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു എഡിറ്റ് ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിനൊരു പേര് കൊടുക്കാം. ഉദാഹരണത്തിന് ഞാൻ വിഷസ് അയക്കാൻ വേണ്ടി തയ്യാറാക്കിയതുകൊണ്ട് ഞാൻ ഇതിന് വിഷസ് എന്ന് പേര് കൊടുക്കുന്നു. അതിനുശേഷം ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ 3 പേരെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്കൊരു ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് ഇവിടെ തയ്യാറാക്കി. കൂടുതൽ പേരെ ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ആഡ് റെസിപ്പിയന്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് കൂടുതൽ പേരെ പിന്നീട് നമുക്ക് ഈ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്താനും സാധിക്കും. അതിനുശേഷം നമ്മൾ ബാക്ക് ക്ലിക്ക് ചെയ്ത് പുറത്തെ സ്ക്രീനിലേക്ക് വന്നു. അതിനുശേഷം ഇപ്പോൾ തന്നെ വിഷസ് എന്ന് പറയുന്ന ആ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. വിഷസ് എന്ന് പറയുന്ന ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ്. ഇനി ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന മെസ്സേജ് ടൈപ്പ് ചെയ്തിട്ട് സെൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഈ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന 3 പേരാണ്. ആ 3 പേർക്കും ഇൻഡിവിജ്വലായി അവർക്ക് മാത്രമായി അവരുടെ മൊബൈലിലേക്ക് എത്തുന്നു. ഈ 3 പേർക്ക് അയക്കുമ്പോഴും ഈ 3 പേരിൽ മറ്റുള്ള 2 പേര് അറിയില്ല. അവർക്ക് ആർക്കൊക്കെയാണ് നമ്മൾ ഒരുമിച്ച് ഈ മെസ്സേജ് അയച്ചതെന്നുള്ള വിവരം അറിയില്ല. ഇനി ഈ 3 പേരും നമുക്ക് തിരിച്ച് റിപ്ലൈ അയച്ചാലും ആ കിട്ടുന്ന റിപ്ലൈ 3 പേരിൽ ഒരാൾ നമുക്ക് റിപ്ലൈ അയച്ചാൽ മറ്റ് 2 പേർക്ക് ചെല്ലില്ല, അത് നമുക്ക് മാത്രമായി തിരിച്ചു തരും. അപ്പോൾ ഇതാണ് ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് എന്ന് പറയുന്ന വാട്സപ്പിലെ സംവിധാനം. ഇത് മെയിലിൽ നമ്മൾ CC വെച്ച് അയക്കും. ഇമെയിൽ അയക്കുമ്പോൾ CC വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒന്നിലധികം പേർക്ക് ഒരുമിച്ച് ഗ്രൂപ്പിന് തുല്യമായിട്ട് നമ്മൾ വാട്സപ്പിലെ ഗ്രൂപ്പിന് തുല്യമാണ് CC. എന്നാൽ ഇമെയിൽ അയക്കുമ്പോൾ BCC എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൂടിയുണ്ട്. അത് ഇതുപോലെയാണ്, ഈ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിന് തുല്യമാണ്. അതായത് നമ്മൾ ഒന്നിലധികം പേർക്ക് അയക്കുന്നു, പക്ഷേ അത് ലഭിക്കുന്നത് ഇൻഡിവിജ്വലായിട്ടായിരിക്കും. അവരയക്കുന്ന റിപ്ലൈ നമുക്ക് മാത്രമായി വരും. അടുത്തതായിട്ട് വാട്സപ്പിലെ ഒരു ഗ്രൂപ്പ് നമുക്ക് മ്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതായത് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ഗ്രൂപ്പിൽ ചിലപ്പോൾ നമ്മൾ മെമ്പറായിരിക്കും വാട്സപ്പിലെ.
അപ്പോൾ നമ്മൾ വളരെ ചിലപ്പോൾ തിരക്കുള്ള സ്ഥലത്ത് നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ ജോലി തിരക്കിലിരിക്കുമ്പോഴോ ഒക്കെ നമുക്ക് ഈ ഗ്രൂപ്പിൽ ഒരുപാട് പേര് മെസ്സേജ് അയക്കുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ടോണുകൾ വരുന്നത് നമുക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കാം ചിലർക്കെങ്കിലും. അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഒഴിവാക്കണമെങ്കിൽ കുറച്ച് സമയത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് നേരത്തേക്ക് നമുക്ക് ഗ്രൂപ്പിൽ നിന്നുള്ള മെസ്സേജുകളെ നമുക്ക് മ്യൂട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ മ്യൂട്ട് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ആ മ്യൂട്ട് ചെയ്യേണ്ട ഗ്രൂപ്പ് ഇതുപോലെ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ആ ഗ്രൂപ്പിൻ്റെ പേര് എഴുതിയിരിക്കുന്ന ഏറ്റവും മുകൾ ഭാഗത്തെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഗ്രൂപ്പിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അവിടെ കാണിക്കുന്ന ഭാഗത്ത് വരുമ്പോൾ ഇവിടെ മ്യൂട്ട് എന്ന് പറയുന്ന ഭാഗത്തൊരു ബട്ടൺ കാണാം. ആ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൺ ചെയ്യുക. ഓൺ ചെയ്യുമ്പോൾ ചോദിക്കും എത്ര സമയത്തേക്ക് ഈ ഗ്രൂപ്പിൽ നിന്നുള്ള മെസ്സേജുകളെ മ്യൂട്ട് ചെയ്യണം. 8 മണിക്കൂർ, ഒരാഴ്ച, 1 വർഷം. അപ്പോൾ അത് എത്ര വേണമെന്ന് വെച്ചാൽ നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഈ ഗ്രൂപ്പിൽ നിന്നുള്ള മെസ്സേജുകൾ നമുക്ക് ലഭിക്കും. പക്ഷേ നോട്ടിഫിക്കേഷൻ, ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടുള്ള നോട്ടിഫിക്കേഷൻ സൗണ്ടുകൾ കേൾക്കില്ല, മ്യൂട്ടായിരിക്കും. ശബ്ദമൊന്നും ഉണ്ടാകില്ല, പക്ഷെ മെസ്സേജ് വന്നുകൊണ്ടിരിക്കും. നമ്മളെ അത് ബുദ്ധിമുട്ടിക്കില്ല. അടുത്തതായി, നമ്മൾ സാധാരണ വാട്സപ്പിൽ ഒരു ഫ്രണ്ടിനൊരു മെസ്സേജ് അയച്ചാൽ ആ മെസ്സേജ് അദ്ദേഹത്തിൻ്റെ ഫോണിൽ, അയച്ച വ്യക്തിയുടെ ഫോണിൽ റിസീവ് ചെയ്യുമ്പോൾ നമ്മൾ അയച്ച മെസ്സേജിന് താഴെ ഡബിൾ ടിക്ക് കാണും. അദ്ദേഹം ആ മെസ്സേജ് വായിച്ചു കഴിയുമ്പോൾ ആ ഡബിൾ ടിക്ക് ബ്ലൂ കളറിൽ കാണാം. എന്നാൽ നമ്മൾ ഗ്രൂപ്പിലേക്ക് ഇടുന്ന മെസ്സേജുകൾ ഗ്രൂപ്പിലെ ആരൊക്കെ വായിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ ഗ്രൂപ്പിലെ ആരുടെയൊക്കെ മൊബൈലിലേക്ക് അത് ഡെലിവർ ചെയ്ത് കഴിഞ്ഞു എന്നറിയാനും മാർഗമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യുക. അതിൽ നമ്മൾ അയച്ച ഏതെങ്കിലും ഒരു മെസ്സേജിൽ ലോങ് പ്രസ് ചെയ്യുക. നമ്മൾ അയച്ച മെസ്സേജ് ആരൊക്കെ വായിച്ചു എന്ന് നമുക്കറിയാൻ മാർഗമുള്ളൂ. അപ്പോൾ നമ്മൾ അയച്ച മെസ്സേജിൽ ഇതുപോലെ ലോങ് പ്രസ് ചെയ്യുമ്പോൾ ഏറ്റവും മുകളിൽ ഒരു എക്സ്ക്ലമേഷൻ സിമ്പൽ ഒരു റൗണ്ടിനുള്ളിൽ കാണാം. ആ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അവിടെ കാണിക്കും റീഡ് ബൈ, ആരൊക്കെ, ആ ഗ്രൂപ്പിലെ ഏതൊക്കെ മെമ്പേഴ്സ് ഇത് വായിച്ചു കഴിഞ്ഞു എന്ന് കാണിക്കും. ഇനി അതുപോലെ ഈ മെസ്സേജ് ആരിലേക്കൊക്കെ ഡെലിവർ ചെയ്തു, ആരൊക്കെ എന്നിട്ട് അത് വായിക്കാനുണ്ട് എന്നുള്ളതും അവിടെ കാണിക്കും. അപ്പോൾ ഇതൊരു ഗ്രൂപ്പിൽ നമ്മൾ അയക്കുന്ന മെസ്സേജ് ആർക്കൊക്കെ ലഭിച്ചു എന്നറിയാനുള്ള മാർഗമാണ്. മറ്റൊരു കാര്യം, നമ്മുടെ വാട്സപ്പിലെ സുഹൃത്തുക്കൾ നമുക്ക് ഒരുപാട് ചിത്രങ്ങളും വീഡിയോ ഒക്കെ നമ്മുടെ വാട്സപ്പിലേക്ക് അയച്ചു കഴിഞ്ഞാൽ, നമ്മൾ മൊബൈൽ ഡാറ്റയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് ഓട്ടോമാറ്റിക് ഡൗൺലോഡ് ആയി കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഡാറ്റ പെട്ടെന്ന് തീർന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനും വാട്സപ്പിൽ മാർഗമുണ്ട്. ചെയ്യേണ്ടത്, വാട്സപ്പിൻ്റെ ഫസ്റ്റ് സ്ക്രീനിലെ ഏറ്റവും മുകളിലെ ഓപ്ഷൻസിൽ നിന്നും സെറ്റിംഗ്സ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ചാറ്റ് ആൻഡ് കോൾസ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് മീഡിയ ഓട്ടോ ഡൗൺലോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ചോദിക്കും വെൻ യൂസിങ് മൊബൈൽ ഡാറ്റ യൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ ഡൗൺലോഡ് ചെയ്യാം. ഇമേജുകൾ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ, അതായത് മൊബൈൽ ഡാറ്റ യൂസ് ചെയ്യുമ്പോൾ ചിത്രങ്ങൾ നമുക്ക് ആരെങ്കിലും അയച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് അവർ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ അതിൽ ടിക്ക് കൊടുക്കുക. ഇനി ഓഡിയോ ഫയൽസ് ഡൗൺലോഡ് ആവണമെങ്കിൽ അതിൽ ടിക്ക് കൊടുക്കുക. വീഡിയോ ഫയൽസ് ഡൗൺലോഡ് ആകണമെങ്കിൽ അതിലും ടിക്ക് കൊടുക്കുക. ഇപ്പം ഒന്നിലും ടിക്ക് കൊടുക്കാതിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ മൊബൈൽ ഡാറ്റ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ എന്ത് ടൈപ്പ് ഡാറ്റ അയച്ചാലും, ചിത്രങ്ങളായാലും വീഡിയോ ആയാലും, ഇത് ഓട്ടോമാറ്റിക് ഡൗൺലോഡ് ആകില്ല. നമ്മുടെ വാട്സപ്പിൽ വന്ന് കിടക്കും. നമ്മളത് ക്ലിക്ക് ചെയ്താൽ മാത്രം ഡൗൺലോഡ് ആകും. ഇനി വെൻ കണക്റ്റഡ് ഓൺ വൈഫൈ, നിങ്ങൾ വൈഫൈയിൽ കണക്ട് ചെയ്യുമ്പോഴാണെങ്കിൽ, ഫ്രീ വൈഫൈ മറ്റോ കണക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ ഡൗൺലോഡ് ആകാം, ചിത്രങ്ങളും ആഡിയോയും വീഡിയോസും എല്ലാം നമുക്ക് ഡൗൺലോഡ് ആകാം എന്നുള്ള ടിക്ക് കൊടുത്തിരുന്നാൽ അത് വൈഫൈയിൽ കണക്ട് ചെയ്യുമ്പോൾ മാത്രം എല്ലാം ഡൗൺലോഡ് ആകും. എന്നാൽ മൊബൈൽ ഡാറ്റ ഉപയോഗിക്കുമ്പോൾ ഇത് ഡൗൺലോഡ് ആകാതിരിക്കുകയും ചെയ്യും. ഇങ്ങനെ ഈ ഓപ്ഷൻസ് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള ഗുണം, നമ്മൾ മൊബൈൽ ഡാറ്റ ഉപയോഗിക്കുമ്പോൾ ഡാറ്റ ഉപഭോഗം വളരെ കുറയ്ക്കാൻ സാധിക്കും. അടുത്തത്, വാട്സപ്പിലെ ചില പ്രൈവസി സെറ്റിംഗ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അത് ഇതുപോലെ തന്നെ ഫ്രണ്ട് സ്ക്രീനിലെ ഓപ്ഷൻസിൽ നിന്നും സെറ്റിംഗ്സ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അക്കൗണ്ട് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് ആദ്യം പ്രൈവസി എന്ന ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതിനകത്ത് ഒന്നാമത് കാണുന്നത് ലാസ്റ്റ് സീൻ, അതായത് നമ്മൾ വാട്സപ്പിൽ ഒടുവിൽ എപ്പോഴായിരുന്നു ഓൺലൈൻ ആയിരുന്നത് എന്നുള്ളത് ആരൊക്കെ കാണണം എന്ന്
തീരുമാനിക്കുന്ന ഓപ്ഷനാണിത്, ലാസ്റ്റ് സീൻ. ചിലർ ചോദിക്കും, നീ ഇന്നലെ പാതിരാത്രിക്കും വാട്സപ്പിൽ ഓൺലൈനായിട്ടിരിക്കുന്നത് കണ്ടല്ലോ എന്ന് ചിലർ പറയാറുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കണമെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഈ ലാസ്റ്റ് സീൻ എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് ഡിസേബിൾ ചെയ്തിടാം. ഉദാഹരണത്തിന് ലാസ്റ്റ് സീൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നോബഡി, അത് ആരൊക്കെ കാണാം എന്നുള്ളത് നോബഡി, ആരും കാണണ്ട എങ്കിൽ നോബഡി എന്നുള്ളത് കൊടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാട്സപ്പിൽ എപ്പോഴായിരുന്നു ഓൺലൈനായി ഇരുന്നത്, ലാസ്റ്റ് ഓൺലൈനായി കണ്ടത് എപ്പോഴെന്നുള്ള ഓപ്ഷൻ കാണിക്കില്ല. പക്ഷേ ഒന്ന് ഓർക്കുക, നമ്മൾ ഈ ഓപ്ഷൻ ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ ലാസ്റ്റ് സീൻ ഓപ്ഷൻ നമുക്കും കാണാൻ സാധിക്കില്ല. അതാണ് മറ്റൊരു കുഴപ്പം അതിൻ്റെ. അതിനുശേഷം അടുത്തത് നോക്കി, പ്രൊഫൈൽ ഫോട്ടോ. നമ്മൾ വാട്സപ്പിൽ ഇടുന്ന പ്രൊഫൈൽ ഫോട്ടോ ആരൊക്കെ കാണാം എന്നുള്ളത്. എല്ലാവർക്കും കാണാം, നമ്മുടെ കോൺടാക്ട്സിലുള്ളവർക്ക് മാത്രം വേണമെങ്കിൽ കാണാൻ സെറ്റ് ചെയ്യാം, ആരും തന്നെ കാണണ്ട എന്നുള്ള ഓപ്ഷൻ വേണമെങ്കിലും സെറ്റ് ചെയ്ത് കൊടുക്കാം. അതുപോലെ നമ്മുടെ വാട്സപ്പിൽ നമ്മൾ ഇടുന്ന സ്റ്റാറ്റസ് ആരൊക്കെ കാണാം എന്നുള്ള ഓപ്ഷനാണ് മൂന്നാം. അതുപോലെ ഏറ്റവും താഴെ റീഡ് റെസീപ്റ്റ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അവിടെ ഒരു ടിക്ക് കാണാം. ഈ ടിക്ക് നമ്മൾ ഒഴിവാക്കിയിരുന്നു കഴിഞ്ഞാൽ, ടിക്ക് ഒഴിവാക്കി കഴിഞ്ഞാൽ ഗുണം വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ നമ്മൾ പറഞ്ഞു നമുക്ക് ആരെങ്കിലും ഒരു മെസ്സേജ് അയച്ചാൽ നമ്മളത് കണ്ടു കഴിഞ്ഞാൽ അത് കണ്ടു എന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയിട്ട് ഡബിൾ ടിക്ക്, ബ്ലൂ കളറിലെ ഡബിൾ ടിക്ക് വരും, കാണുമെന്ന് പറയും. നമ്മൾ ഈ റീഡ് റെസീപ്റ്റ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് കണ്ടോ എന്ന് അയച്ച ആൾക്ക് അറിയാൻ പറ്റില്ല. അതായത് നീല കളറിലെ ഡബിൾ ടിക്ക് വരില്ല. നമ്മുടെ ഫോണിലേക്ക് ഡെലിവേർഡ് ആയി കഴിഞ്ഞാൽ ഡബിൾ ടിക്ക് വരും, പക്ഷേ അത് ബ്ലൂ കളറിൽ, നമ്മളത് കണ്ടു കഴിഞ്ഞാൽ ബ്ലൂ കളറിലേക്ക് വരില്ല. അപ്പോൾ അയച്ച ആൾക്ക് അറിയാൻ പറ്റില്ല നമ്മളത് വായിച്ചോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ പറ്റില്ല ഈ ഓപ്ഷൻ ഒഴിവാക്കിയിരുന്നത്. പക്ഷെ നമ്മൾ ഈ ഓപ്ഷൻ ഇവിടെ നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മൾ അയക്കുന്ന മെസ്സേജ് ബാക്കിയുള്ളവർ റീഡ് ചെയ്തതെന്ന് നമുക്കും അറിയാൻ പറ്റില്ല. അടുത്തതായിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നമ്പർ നമ്മൾ മാറ്റുകയാണെങ്കിൽ, നമ്മൾ പഴയ നമ്പർ മാറി പുതിയ നമ്പർ എടുക്കുകയാണെങ്കിൽ പലരും ചെയ്യുന്ന എന്ത് ചെയ്യും, പുതിയ നമ്പർ ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ പുതിയ വാട്സപ്പ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. അപ്പോൾ അങ്ങനെ ഉള്ളത് കൊണ്ടുള്ള ദോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പണ്ട് ഉപയോഗിച്ചിരുന്ന നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളൊന്നും പിന്നീട് നമുക്ക് ലഭ്യമാകില്ല, നമ്മളെ പുതിയ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നത് വരെ. അതുകൊണ്ട് നമുക്ക് ഈ ഒരു അതിന് വേണ്ടിയിട്ടൊരു പുതിയ വേറൊരു ഓപ്ഷൻ ഇതിനകത്തുണ്ട്. നമുക്ക് നമ്പർ വാട്സപ്പിൽ നിന്നുകൊണ്ട് തന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റും. അതിന് ഇതുപോലെ ഓപ്ഷൻസ് എടുക്കുക, സെറ്റിങ്സിലെ അക്കൗണ്ട്സ് എന്ന ഓപ്ഷനിൽ ചേഞ്ച് നമ്പർ, നമ്മുടെ നമ്പർ ചേഞ്ച് ചെയ്യുന്നതിൽ നമ്മൾ പുതിയ സിം മാറുകയാണെങ്കിൽ നമ്മൾ ചേഞ്ച് നമ്പർ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. അതിനുശേഷം ഇവിടെ നെക്സ്റ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഇപ്പോൾ നമ്മൾ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പഴയ നമ്പർ ആദ്യം കൊടുക്കുക. അതിനുശേഷം പുതിയ നമ്പർ, പുതുതായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന നമ്പറും കൊടുത്തതിന് ശേഷം ഡൺ കൊടുത്താൽ നമ്മളുടെ പുതിയ നമ്പറിലേക്ക് ഇപ്പോഴത്തെ വാട്സപ്പ് അക്കൗണ്ട് ചേഞ്ച് ആയി കിട്ടും. അതുകൊണ്ടുള്ള ഗുണം, നമ്മൾ ഇപ്പോൾ ഏതൊക്കെ ഗ്രൂപ്പുകളിൽ മറ്റും മെമ്പറായിരുന്നു ആ ഗ്രൂപ്പുകൾ പുതിയ നമ്പറിലും നമുക്ക് ആക്റ്റീവായി ലഭിക്കും. അപ്പോൾ നമ്മളിന്ന് ഈ വീഡിയോയിൽ നോക്കിയത് വാട്സപ്പിലെ ചില നുറുങ്ങു വിദ്യകളാണ്. അപ്പോൾ ഇതിൽ പലർക്കും അറിയാവുന്നതാണ്, എങ്കിലും അറിഞ്ഞൂടാത്തത് പലരും ഉണ്ടാകും. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് ബാക്കി അറിഞ്ഞൂടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൂടെ ഈ നുറുങ്ങു വിദ്യകൾ മനസ്സിലാകാൻ സഹായിക്കുക.